പേര് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇതാ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കാം. ഉറപ്പായിട്ടും പകുതിയിലേറെ മക്കളുടെ ആൻസർ എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ഞാൻ ഇതുവരെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് മക്കളുണ്ടാവും. അഥവാ ഞാൻ ഒന്നും പഠിച്ച് ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഇനി പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ള കാര്യം അറിയാം, എങ്കിൽ പോലും പല കാരണങ്ങൾ മൂലം എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല, റെഗുലറായിട്ട് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ക്രിസ്മസ് എക്സാമിൻ്റെ അല്ലെങ്കിൽ ഇനി എനിക്കൊരു ചൂട് വരണം എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ ആ ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നാലാണ് മിസ് എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള ചൂടുണ്ടാവുള്ളൂ. ഞാൻ എത്രയൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും മടി അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരുപാട് മക്കളുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് ക്രിസ്മസ് എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഓണം എക്സാമിൻ്റെ പേപ്പർ കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ ഓണം എക്സാമിൻ്റെ ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഓക്കെ ഇനിയിപ്പോൾ ഈ എക്സാം ഇനിയിപ്പോൾ പോയ അല്ലെങ്കിൽ നന്നായിട്ട് എഴുതിയ ആൾക്കാരുണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് മോശമായിട്ട് എഴുതിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുക അടുത്ത എക്സാം ഇതിലും ബെറ്റർ ആയിട്ട് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസ് എക്സാം ഞാൻ ഇതിനേക്കാൾ ബെറ്റർ ആക്കും എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ സ്വന്തമായിട്ടല്ലെങ്കിലും നിങ്ങളുടെ പാരൻസിനോടും അല്ലെങ്കിൽ പല ആൾക്കാരോടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ക്രിസ്മസ് എക്സാമിന് ഞാൻ ഇവിടെ ഞാൻ എന്തെങ്കിലും മാർക്കുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ക്രിസ്മസ് എക്സാമിന് കൂടുതൽ വാങ്ങിക്കും എന്നെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടെങ്കിലും ഉണ്ടാവും അല്ലേ? അപ്പം ഇതുവരെ ഒന്നും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളോട് മിസ്സിന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പഠിച്ചു തുടങ്ങുക അല്ലേ? പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് പഠിക്കണം എന്നൊന്നും അല്ല മിസ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ് 9 ചാനലിലാണെങ്കിൽ ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, എക്സ്ട്രാ വീഡിയോസ് ഉണ്ട്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പലരും കാണുന്നുണ്ടോ? ഇത് പലരും ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. എന്നിട്ട് അവസാന നിമിഷത്തിൽ നമ്മൾ റഷ് അടിക്കും, നമുക്ക് പേടിയാവാൻ വേണ്ടി തുടങ്ങും, അല്ലെ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്തിനാ പോകുന്നത്? വളരെ കുറച്ച് സമയം മതി നമുക്ക് ഈ ഒരു സമയത്തിൽ നമ്മൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഓണം എക്സാം ആണെങ്കിൽ നമുക്ക് പല ചാപ്റ്റേഴ്സിലും പല സബ്ജക്ട്സിലും 2 ചാപ്റ്റേഴ്സ് 3 ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും. അപ്പം ഓണം എക്സാമിനിട്ട അതേ എഫേർട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല, അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് ക്രിസ്മസ് എക്സാമിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഓഫ് കോഴ്സ് കാര്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡിസംബർ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ടാണ് നമ്മുടെ എക്സാംസ് വരിക അല്ലേ? അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി എന്തുണ്ട്? 2 മാസങ്ങൾ, ഏകദേശം 2 months ഉണ്ട്, ഒരു 60 ഡേയ്സോളം നമ്മുടെ മുമ്പിലുണ്ട്. ആ 60 ഡേയ്സ് നിങ്ങളൊരു ചാലഞ്ച് ആക്കിയിട്ട് എടുക്കുക. ഈ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും, ഞാൻ പഠിച്ചു തുടങ്ങും എന്നുള്ള ഒരു ചാലഞ്ച് എൻ്റെ കുട്ടികളുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റെടുക്കുക. ആൻഡ് നിങ്ങൾക്ക് അപ്പോൾ ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത്, അല്ല ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മിസ് പറയുന്നത് ചെയ്യാം. നിങ്ങൾ ഡെയിലി നമ്മുടെ യൂട്യൂബിൽ വരുന്ന ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ആ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം 1 shot ലൈവുകളാണ്. ഒറ്റ ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ചില ആൾക്കാരുണ്ടാവും അല്ലേ, അയ്യോ മിസ് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോസ് ആയിട്ട് കിട്ടും, അതിൻ്റെ കൂടെ തന്നെ ലൈവ് ക്ലാസ്സുകൾ കിട്ടും, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നിങ്ങളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ എത്രത്തോളം അറിയുമെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും. അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു നവംബർ ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിവിഷൻസ് തരും. ആൻഡ് നിങ്ങൾക്ക് ഫൈനലി മോഡൽ എക്സാമും നടത്തും. ഇത്രയും കാര്യം നിങ്ങളെ കൊണ്ട് നമ്മൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ചെയ്യിപ്പിച്ച് വിടും. അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്.
ചില ആൾക്കാരുണ്ടാവും മിസ് എനിക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നില്ല, ഞാൻ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ വെച്ച് പഠിച്ചോളാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം റെഗുലറായിട്ട് യൂട്യൂബ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടെ പറയുക, എന്താണ് നമുക്ക് പഠിച്ചു തുടങ്ങാം, അടുത്ത പ്രാവശ്യം SSLC ആണ്, അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ബാച്ചിൽ അതായത് യൂട്യൂബിലെ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവില്ല, അപ്പോൾ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങളത് റിവൈസ് ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക, നന്നായിട്ട് അതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവും. അപ്പം ഇപ്പം സമയമുണ്ട്. അവസാനം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും നിങ്ങൾക്ക് സമയമില്ലാണ്ടായി പോവും. പിന്നെ അവസാനം കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് അവിടെ എവിടെയെങ്കിലും പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പോകും. പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ല എന്നാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് മടികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ ഈ ടോപ്പേഴ്സായിട്ട് മുന്നോട്ടേക്ക് വരുന്ന ആൾക്കാർ ഈ ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം മാറ്റി നിർത്തുന്ന ആൾക്കാരാണ് എന്നുള്ളത് ഒരേ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. ആ ഡിസ്ട്രാക്ഷൻസിൻ്റെ കൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരേ ഒരു കാര്യം ചിന്തിക്കുക, മിസ് ഒരിക്കലും പറയുന്നില്ല നിങ്ങളിങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് പഠിക്കണം എന്നല്ല പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ള സമയം കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്യണം, എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിക്കാനും കൂടെ സമയം കണ്ടെത്താൻ വേണ്ടി എൻ്റെ കുട്ടികൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 60 ഡേയ്സ് നമ്മുടെ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മിസ് പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യും എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ദിവസം പോയത് പോട്ടെ, ഒരു കുഴപ്പമില്ല. ഇത്രയും ദിവസം നമ്മൾ വെറുതെ കളഞ്ഞു, പ്രശ്നമില്ല. ഇനിയുള്ള 60 ദിവസങ്ങൾ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം എൻ്റെ കുട്ടികൾ ചെയ്യാം. അത്രമാത്രമാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സും ലൈവ് അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ ഈ 60 ഡേയ്സ് ഒന്നും ചെയ്യാത്തവർ, ഒന്നും പഠിച്ചു തുടങ്ങാത്തവർ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു.